ഉള്ളപ്പോൾ വിഷുവിൻ്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഒന്ന് ചിരിക്കോ? അയ്യോ എന്താ എത്ര കഷ്ടപ്പാടാണെങ്കിലും ഞങ്ങൾ നല്ല പൊന്നു പോലെ നോക്കുമായിരുന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ ചിൻസ് 3995. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് ചെറിയ വിഷു ആണ്. ഞങ്ങളിവിടെ കോഴിക്കോടൊക്കെ ഭാഗത്തേക്ക് എല്ലാവരുടെയും ഉണ്ടാവുമെന്ന് അറിയില്ല, ഇവിടെ ചെറിയ വിഷു ആഘോഷിക്കലുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ വലുതായിട്ടൊന്നും ആഘോഷിച്ചില്ല. എന്നാൽ ഇന്ന് ചെറിയ വിഷു ആണ്. അതിൻ്റെ ചെറിയ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു പറയുക. ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് എന്താണ്, ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. ഇപ്രാവശ്യം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വിഷു ഇല്ല. അവിടെ അച്ഛമ്മ മരിച്ചിട്ട് വിഷു ഇല്ല. അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം ഇവിടെ അമ്മയും അനിയത്തിയും മാത്രമേ ഉള്ളൂ. കുറേ കാലമായി ഇപ്പോൾ ഒരൊറ്റയൊക്കെ ആഘോഷിക്കുന്നത്. എന്നാലും ഞങ്ങൾ വിഷുവൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വരാറുണ്ട് കേട്ടോ. പക്ഷേ അച്ഛൻ മരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ഒറ്റയ്ക്കാണവർ. പിന്നെ വിഷുവിൻ്റെ ഓർമ്മകളൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ, ഞങ്ങൾക്ക് ഏറ്റവും നല്ല വിഷു ഞങ്ങളെ അച്ഛനുള്ള കാലത്ത് തന്നെയായിരിക്കും. എന്താ പറയുക, ഒരുമാതിരിപ്പെട്ട പെൺകുട്ടികൾക്ക് അച്ഛനോടൊരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ. ആ ഇഷ്ടം ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അതിലുപരി എന്ന് പറയാം. അപ്പം ഞങ്ങളിപ്പോൾ അച്ഛൻ വിട്ടുപോയിട്ട് ഏകദേശം 8 വർഷമായി. എൻ്റെ മോളെ പ്രസവ സമയത്താണ്, പ്രസവിക്കാൻ ഒരു 10 ദിവസം കൂടിയുള്ളൂ, ആ സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. വല്ലാത്തൊരു സമയം. അപ്പോൾ അച്ഛനുള്ള കാലത്തുള്ള വിഷു എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെറിയ വിഷുവും, ഞാൻ പറഞ്ഞില്ല, ചെറിയ വിഷുവും കഴിക്കും, വലിയ വിഷുവും കഴിക്കും. പണ്ട് തറവാട്ടിലൊക്കെ വിഷു ആകും. ഞങ്ങൾ ഇവിടേക്ക് കൂടിക്കഴിഞ്ഞ് ഈ വീടെടുത്ത് താമസിച്ച് കഴിഞ്ഞ് കുറേ ആ ഒരു സീസണിൽ ഞങ്ങൾ തറവാട്ടിലും എല്ലാവരും ഒന്നിച്ച് വിഷു ആഘോഷിക്കുന്നു. അപ്പോൾ ഞങ്ങൾ വലുത് അവിടെ നിന്നായിരിക്കും, എല്ലാവരും ഒന്നിച്ച്, അച്ഛനും വലിയച്ഛൻ, പാപ്പന്മാർ, ആൻറ്റി, ഞങ്ങളുടെ ഒരു വലിയ ഫാമിലിയായിരുന്നു. അപ്പോൾ അവിടെ നിന്നായിരുന്നു കഴിക്കൽ. പിന്നെ കുറേ കൊല്ലം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചെറുതും വലുതും ഒക്കെ ഇവിടെ നിന്ന് തന്നെ ആഘോഷിക്കാൻ തുടങ്ങി. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ, ഞങ്ങളെ അമ്മ നല്ല കുക്കാണ്. പക്ഷേ ഞങ്ങൾക്ക് അച്ഛൻ ഈ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അച്ഛൻ നല്ല മീൻകറിയും ചോറും, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് അച്ഛൻ കുറേ കാലം ഗൾഫിലുണ്ടായിരുന്നു, അതുകൊണ്ടാണോന്ന് അറിയില്ല. അങ്ങനെ നോൺ വെജ് ആയിട്ടുള്ള, നോൺ വെജ് എന്നല്ല, ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ കറി, ചെമ്മീൻ കറി, മീൻ കറി, അങ്ങനത്തെ ഐറ്റംസൊക്കെ അച്ഛൻ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ കോഴിക്കോട് മലബാർ ഭാഗത്തേക്ക് നോൺ വെജ് ഒഴിച്ചിട്ടുള്ള ഒരു പരിപാടിയുമില്ല. അത് വിഷു ആയാലും ഓണമായാലും സദ്യ ആയാലും, സദ്യേൻ്റെ മൂലക്കലാണെങ്കിൽ മൂലക്കൽ ഒരു ചിക്കൻ കഷ്ണമോ അല്ലെങ്കിൽ മീൻ പൊരിച്ചതോ ഞങ്ങൾക്ക് നിർബന്ധമാണ്. അപ്പം ഞങ്ങൾ തലേ ദിവസം നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വെക്കും. അച്ഛനാണ്. ഞങ്ങളിങ്ങനെ ബാക്കിൽ കയ്യാളായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനെ കയ്യാളായി നിന്ന് ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങളാണ് ടേസ്റ്റ് നോക്കാൻ വിളിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അന്നപ്പോഴേക്കും അമ്മ ഒരു ഭാഗത്തുനിന്ന് പായസം, പിന്നെ ചെറിയ വിഷുവിൻ്റെ അന്ന് രാത്രിയാണ് നെയ്യപ്പം ചുടുക. ഞങ്ങൾ കണി വെക്കാൻ വേണ്ടിയിട്ട് നെയ്യപ്പമാണ് ചുടുക. കോഴിക്കോട് ഭാഗത്തേക്ക് ഏകദേശം അങ്ങനെയാണ്. നെയ്യപ്പം ചുട്ട് വെക്കും, രാത്രി ചുടും. പിറ്റേന്ന് പൊലച്ചയ്ക്ക് അത് കണി വെക്കും. പൊലച്ച 3 മണി ആ സമയത്താണല്ലോ അധികം കണി ഉണ്ടാകും. അപ്പോൾ രാത്രി അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവും. അമ്മ പായസം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് അമ്മയ്ക്ക് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് മൊത്തത്തിൽ ക്ലീനിങ് ഉണ്ടാവും. അതൊക്കെ ചെറിയ വിഷുവിൻ്റെ മുന്നേ തന്നെ ചെയ്യും. ബെഡ്ഷീറ്റ് എടുത്ത് നന്നായിട്ടെടുക്കും, കർട്ടൻ, അങ്ങനെ എല്ലാ കാര്യവും വൃത്തിയാക്കി എല്ലാം ചെയ്യും. അങ്ങനെ അന്ന് അച്ഛൻ്റെ ഫുഡ്. പിറ്റേ ദിവസം സദ്യ ഉണ്ടാക്കും, സാമ്പാർ ഉണ്ടാക്കും, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ചിക്കൻ്റെ മീൻ പൊരിച്ചതോ അല്ല ചിക്കൻ്റെ പൊരിച്ച കഷ്ണം അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടാവും. പായസം ഒന്നും ഉണ്ടാവും. പിന്നെ പടക്കം ഞങ്ങൾ പൊട്ടിക്കുക കൂടുതൽ ചെറിയ വിഷുവിൻ്റെ അന്ന് രാത്രിയാണ്. അച്ഛൻ കൊണ്ടുവരും. അച്ഛൻ പടക്കം എല്ലാം കൊണ്ടുവരും. സംഭവം ഞങ്ങൾക്ക്, അച്ഛനായാലും ഞങ്ങൾക്കായാലും ചെറിയ പേടിയാണ് പടക്കം പൊട്ടിക്കാൻ. അച്ഛൻ പൊട്ടിക്കുന്നതെന്ന് വെച്ചാൽ വലിയ ഓലയൊക്കെ എടുത്തോണ്ടോ ഇങ്ങനെ ദൂരെ നിന്ന് പിടിച്ച്, അങ്ങനെയാണ് അച്ഛൻ വലിയ കോമ്പലയും അങ്ങനത്തെ ഒക്കെ പൊട്ടിക്കുക. പനോലയൊക്കെ പിന്നെ അച്ഛൻ അങ്ങനെ പൊട്ടിച്ച് എറിയുന്നതാണ്. ഇതൊക്കെ പൊട്ടിക്കെങ്കിലും ഈ നിലച്ചക്കർ അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ, കമ്പിത്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ
എൻ്റെ ഓർമ്മയിൽ ചെറുതാകുമ്പോൾ അങ്ങനത്തെ എന്ത് ഞങ്ങൾ തറവാട്ട് കൂടുന്ന സമയത്ത് ഇന്നെ ഒക്കെ പ്രസവിച്ച സമയത്ത് അവിടെ കരണ്ടില്ലേ. അപ്പം ഇങ്ങനെ എന്താണ് മണ്ണെണ്ണ വിളക്കിൻ്റെ സമയത്തൊക്കെ നമ്മൾ മൂക്കിലിങ്ങനെ കരിന്ന് അറിയൂല. ഇതിൻ്റെ അടുത്തിരുന്ന് വായിക്കുന്ന പ്രായമൊന്നും. അപ്പോൾ ഇതിൻ്റെ പുക ഇങ്ങനെ അടിച്ചിട്ട് മൂക്കിൽ കരിന്നറിയും. അത് മൂപ്പര് ഇങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് മലത്തി കിടത്തിയിട്ട് തോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ള തുണിയോ കോട്ടൻ എന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് എടുക്കും. ഫുള്ള് കറുപ്പ് കളറായിരിക്കും അന്നേരം. അപ്പോൾ അച്ഛൻ അങ്ങനെ ഭയങ്കര പേടിയാണ്. കൊതുക് കടിക്കാൻ പാടില്ല. കൊതുകൊക്കെ ഉണ്ടെങ്കിൽ രാത്രി ഫുള്ള് കുത്തിരിഞ്ഞ് കൊതുകിനെയൊക്കെ അടിച്ച് കൊന്നിട്ട് അച്ഛൻ ഉറങ്ങും. മക്കളെ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ അന്ന് ഈ പുകയുന്ന സാധനം പൊട്ടിക്കാനുള്ളതൊക്കെ അച്ഛൻ പൊട്ടിക്ക്. നിലച്ചക്രം കമ്പിത്തിരി അങ്ങനത്തെ സാധനം ഇതൊക്കെ കത്തിക്കുമ്പോൾ ഒരു നല്ല പുക വരാനുണ്ടല്ലോ. നമ്മളെ കൈമേൽ വെച്ചാണ് ചെയ്യുക. അപ്പോൾ ഈ അച്ഛന് ടെൻഷനാണ്. അയ്യോ ഇപ്പം മൂക്കിൽ വലിച്ച് കയറ്റില്ല. പിന്നെ ചീത്ത അറിയും. അച്ഛൻ ഞാൻ പറഞ്ഞില്ല അച്ഛൻ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പ്രസവിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി പ്രസവിക്കാനായ സമയത്താണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അച്ഛന് അന്നപ്പം അധികം ഭയങ്കര ഇതായിരുന്നു കെയറിങ്ങാനും. ഞാൻ പ്രസവിക്കുന്നത് ജൂണിലാണ്. മെയ്യിലാണ് അച്ഛൻ മരിക്കുന്നത്. മെയ് 22-നാണ് അച്ഛൻ മരിക്കുന്നത്. ഞാൻ പ്രസവിക്കുന്നത് ജൂൺ 5-ന്. അപ്പോൾ ഏപ്രിലിൽ വിഷുവിന് അച്ഛൻ ഞങ്ങളെ കൂടെ ഉണ്ട്. അച്ഛൻ്റെ ലാസ്റ്റത്തെ വിഷുവാണത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇതുമാതിരി ഈ പടക്കങ്ങൾ കത്തിക്കുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എൻ്റെ അച്ഛൻ അതിൻ്റെ അടുത്തേക്ക് ഇന്നെ അടുപ്പിക്കുന്ന പോലുമില്ല. ഇനി അതിൻ്റെ പുകയെങ്ങാൻ കൊണ്ട് കുഞ്ഞിനെന്തേ ദോഷമായാലോ അങ്ങനെ അച്ഛനോട് പറഞ്ഞു മോള് ദൂരെ നിന്ന് കണ്ടാൽ മതി, അച്ഛൻ പൊട്ടിച്ച് കാണിച്ചതാ, എൻ്റെ അടുത്തേക്കൊന്നും വേണ്ട, അതിൻ്റെ പുകയും കാര്യങ്ങളൊന്നും മൂക്ക് പറ്റൂല. അങ്ങനത്തെ അച്ഛനെയൊക്കെ എല്ലാവർക്കും കിട്ടുമെന്നല്ല. എത്ര കഷ്ടപ്പാടാണെങ്കിലും ഞങ്ങൾ നല്ല പൊന്നു പോലെ നോക്കുമായിരുന്നു. അച്ഛൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് വിഷു ആയാലും കമ്പനി കൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് മദ്യപിക്കുകയും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും. പക്ഷെ അച്ഛന് ഞങ്ങളെ കൂടെ എത്ര നേരം ഇരിക്കാൻ പറ്റുന്നു. അതാണ് ഞങ്ങളെ മക്കളെ കൂടെ ഇരുന്ന് ഞങ്ങളവിടെ സമയം ചിലവാക്കാനായിരുന്നു അച്ഛന് ഒരുപാട് ഇഷ്ടം. ഞങ്ങളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങൾക്ക് മേശ ഡൈനിങ് ടേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ താഴെ ഇരുന്നിട്ട് നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുക. വിഷുവിൻ്റെ അന്നല്ല, എന്നും സ്ഥിരം അങ്ങനെയാണ്. അച്ഛൻ വന്നിട്ടേ ഉള്ളൂ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. ഞങ്ങൾ ഒന്നിച്ചിരുന്നേ ഉള്ളൂ. ഓർമ്മ വെച്ചതല്ല, അച്ഛൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് അച്ഛനെ നന്നായിട്ട് കിട്ടുന്നത്. ഞാൻ അതുകൊണ്ടാണോ അറിയില്ല, അച്ഛനും ഭയങ്കര സ്നേഹമാണ്. ഞങ്ങളെ ഒന്ന് തല്ലുപോലുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു ഗൾഫ് കാലത്തിന് ശേഷം കിട്ടിയ അച്ഛൻ പിന്നെ ഞങ്ങളെ കൂടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സമയം ഞാൻ വിഷുവിൻ്റെ വിശേഷങ്ങൾ പറയാനാണ് വന്നത്. പക്ഷേ അച്ഛനെ പറ്റി പറഞ്ഞാൽ എൻ്റെ നാവ് എനിക്കില്ല, എനിക്ക് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ അച്ഛനുള്ള ഇപ്പോൾ ഇനി എത്ര വിഷു അങ്ങോട്ട് വന്നാലും എൻ്റെ വിഷു എന്ന് പറയുന്നത് എൻ്റെ അച്ഛനുള്ള കാലത്തുള്ള വിഷുവാണ് എനിക്ക് ഏറ്റവും നല്ല വിഷു. അപ്പോൾ സോറി പറഞ്ഞ് സെൻറ്റിമെൻറ്റ്സ് ആയിപ്പോയി. അപ്പോൾ ഒന്നുമില്ല, അതിൻ്റെ ചുരുക്കം വെച്ചാൽ അച്ഛന് ഉള്ളപ്പോൾ ഉള്ള വിഷുവിൻ്റെ ആ ഒരു സന്തോഷവും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. എന്നാലും ഇപ്പോൾ കുറേ കാലം കൂടിയാണ് ഇപ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് ചെറുതിനും വലുതിനും ഒക്കെ ഇവിടെ നിന്ന് ആഘോഷിക്കാൻ പോകുന്നത്. അമ്മക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ വിഷുവൊക്കെ അങ്ങനെ ആഘോഷിച്ചും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞങ്ങൾ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുന്നല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം അമ്മക്ക് സന്തോഷമുണ്ട്. കാരണം ഞാനും എൻ്റെ മോളും ഇവിടെ ഉണ്ട്, അനിയത്തി വരും, മറ്റേ നടുക്കത്താളും വരും. അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു കൂടും. അപ്പോൾ അത് ഞങ്ങൾക്കൊരു എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മുപ്പത്തി നല്ല തിരക്കിലാണ്, നല്ല ചീത്ത വിളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുക്കളയിൽ നിന്ന്. ഞാൻ വീഡിയോ എടുത്തിരിക്കുകയാണല്ലോ. ചിന്നു നമുക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടുന്ന്. വിഷുവിൻ്റെ തിരക്ക്. അപ്പോൾ ഇനി കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വലുതായിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കില്ല. എന്ന് ഞാൻ പറഞ്ഞ ചിക്കനും കാര്യമൊന്നും വേണം, നമുക്ക് മീൻ വാങ്ങാൻ. സത്യം പറഞ്ഞാൽ ചിക്കനൊക്കെ കൂട്ടി മടുത്തപ്പോൾ ഞങ്ങൾ മീനാണ് വാങ്ങിയത്. മത്തിയാണ് വാങ്ങിയത്. എനിക്ക് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം മത്തി. അപ്പോൾ ഞങ്ങൾ അതാണ് വാങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഇരിക്കേണ്ട. ഇനി ഇരുന്നാൽ ചിലപ്പോൾ അമ്മ ചൂലുമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അതിന് മുന്നേ നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളെ അടുക്കള. അമ്മ മോക്കെന്തോ തിന്നാൻ കൊടുക്കുകയാണ്. അമ്മ പറയും നമുക്ക് ഗ്ലാമർ ഇല്ലയെന്ന്. അടുക്കളയിൽ എന്തൊക്കെയാവുന്നെന്ന് നോക്കാം.
ഇവിടെ നമ്മൾ നല്ല സുഖം അങ്ങനെ തിന്നാൽ മതി. മത്തി പൊരിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്ന മീൻകറിയാണ്. അമ്മ ചൂടുണ്ട്, നല്ല മത്തി മുളക് ഇട്ടതുണ്ട്. ഉപ്പേരിയുടെ മീനിന് പൊരിച്ച് കുറേ വെച്ചിക്കില്ലേ, പപ്പടം കാച്ചിക്ക്, ഉപ്പേരി ഉണ്ടാക്കി. അപ്പം വലിയ വിഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് ഞങ്ങളെ ഇന്നത്തെ വിഷുവിൻ്റെ ഭക്ഷണം. അമ്മേ ഒന്ന് ചിരിക്കോ? അയ്യോ സുന്ദരി. അപ്പം ഇയാളെയാണ് വിഷുവിന് ഇപ്പോൾ കണി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവരെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കണം. നമ്മളെ വിഷുവിൻ്റെ കണി വെക്കുന്ന ഏരിയ ഒക്കെ ഒന്ന് സെറ്റാക്കണം. അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈശോ, ഇതൊക്കെ എൻ്റെ കലാവിരുതാട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മളാള്. ഇതാണ് എൻ്റെ അച്ഛൻ. എല്ലാവരും കണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ. ഇതിൻ്റെ അമ്മച്ചനാണ്. അമ്മച്ചനും മരിച്ചു, അച്ഛനും മരിച്ചു. അങ്ങനെ അച്ഛനൊന്നും ഇല്ലാത്ത വിഷു ആണ്. എന്നാലും ഇപ്രാവശ്യം ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, ചെറിയ വിഷുവിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. ഇനി നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്ന് കമൻറ്റൊക്കെ ചെയ്തിട്ട് എവിടെ എത്തി വിഷു എല്ലാവരുടെയും വീട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ലോങ് വീഡിയോ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പോൾ ഇന്നെല്ലാവരും എൻ്റെ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കണ്ടവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ടാറ്റാ, ബൈ ബൈ.